गाइस, आप सबका स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए हैं स्कूट बाय करिकू का रिएक्शन। सो ये जो वीडियो है, हमने आप सोच रहे होगे कि हमने बीच में सीरीज क्यों छोड़ दी वो वाली, बट उसका ये था कि उसके जो सबटाइटल्स थे तो वो अभी आ रहे हैं। लाइक 5th एपिसोड का आपको पता है कि एपिसोड कि उसके सबटाइटल्स नहीं डाले हुए, पता नहीं ऐसा क्यों किया हुआ है। शायद वो होता है ना, एक बार छूट गया, फिर उसके बाद किसी ने निकल के एफर्ट नहीं डाला उसके ऊपर सबटाइटल डालने का, और फिर वो रह ही गया। तो अभी हम देख रहे हैं ये स्कूट। इसके भी अराउंड 7 या 8 एपिसोड हैं, तो बहुत ज़बरदस्त है। इसका जो टाइटल है वो मैं पढ़ना नहीं चाहूँगा, मेरे को समझ नहीं आ रहा क्या है। कलील वाली। अब आगे बीच में जो है वो मेरे को लगता है शायद वो मेरे को यूट्यूब जो है वो येलो डॉलर दे देगा अगर मैंने बोला तो। हो सकता है क्योंकि उसने पहले एक्चुअली वही प्रोनाउंस किया था, बीप बीप, क्योंकि लगता वैसा है कि ये क्या है। फिर लाइक मेरे ख्याल से ये वो चुटियां होती हैं जो होती है ना, चोटी। हाँ, तो वो बोलना चाह रहे वो हैं। पता नहीं क्या बोलना चाहते हैं। वो हमें देख के पता चलेगा। और हम नई सीरीज स्टार्ट कर रहे हैं, ये भी वेब सीरीज है नई, तो ये मजा आएगी देखने में। वो सीरीज हमने छोड़ी नहीं है, वो हम कंटिन्यू करेंगे नेक्स्ट एपिसोड में। तो लेकिन एक साथ हम 2 सीरीज कंटिन्यू करेंगे तो मजा आएगा। एक तरफ स्कूट एंड एक तरफ थिरापारा, दोनों आइकॉनिक है अकॉर्डिंग टू अवर व्यूअर्स। देख के पता चलेगा। तो देख लेते हैं फिर ये कैसा होगा। तो आप भी देखो, हम देखते हैं। लेट्स स्टार्ट। ऑफिस वाइब्स। गुस्सा क्यों है? ഞങ്ങൾക്ക് ഈ ബോറടിക്കുന്നില്ല നമ്മളെ ചീത്ത വിളിച്ച് പണ്ടാറണെങ്കിൽ എല്ലാം കൂടെ കളഞ്ഞിട്ട് പോയാലോ എന്നാലിക്കാൻ ചേച്ചി. നീയൊക്കെ കേട്ടെൻ്റെ ബാക്കി കേൾക്കാനായിട്ട് എന്നെ വിളിക്കണ്ട്. കറക്റ്റായിട്ട് എൻ്റെ ടീമിൽ തന്നെ വന്ന് കയറിയല്ലോടെ രണ്ടും. ഞാൻ പോയിട്ട് വരുന്നവരെ രണ്ടും ഇവിടെ ഉണ്ടായിക്കോണം. പറഞ്ഞു കേട്ടല്ലോ. जो आता है डांट के जा रहा है। അപ്പോൾ നമുക്ക് ടർഫിൽ പോയി കയറുകൊണ്ട് ഫുട്ബോൾ കളിക്കാം. ബാക്കി തെറിയൊക്കെ ഇനി നാളെ കേൾക്കാം. എന്തായാലും ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞല്ലോ. മുങ്ങിക്കളയാനൊക്കെ മോശമല്ലേ? ഒരു മോശമില്ല. ശരി, എന്ത് മോശം? വാ സ്കൂട്ടാവാ. लेट्स स्कूट। आई थिंक स्कूट रखड़ने घूमने സഞ്ചാരം അങ്ങോട്ട് ലോകത്തെ ഞാൻ അങ്ങ് സ്വന്തമാക്കാൻ കാലത്തെ കണ്ട് ചിമ്മിയ പുതിയ ഓഫീസ് ये प्रॉपर बनाई हुई सीरीज है। മെയിലുകളോ കണ്ടമാനം മാനേജറോ കലിപ്പ് പാരക്കോടി കഷ്ടപ്പാടും പ്രമോഷൻ സ്വപ്നം കണ്ട് ഓടി ഞങ്ങൾ മുന്നിലോട്ട് ലക്ഷ്യം തേടിക്കൊണ്ടി കൂട്ടം എന്ന് വീണ്ടും സ്കൂട്ട് മാനത്തെ പറവകളെ പോലെ നാം മുന്നോട്ട്. टर्फ पे खेलने का मजा ही कुछ और है। यू प्ले? या ये मुझे देख के मजा आती है, पर मुझे आता नहीं क्योंकि सूरत में ऐसा ये स्पोर्ट सिखाया नहीं गया था तो हम थे। सिखाए जाते पर खेलते बहुत लोग हैं। खेलते बहुत നിന്റെ ടീമിലെ മരകത്ത് ഫുൾ ഫൗളുണ്ടോ? ഇന്ന് 2 തവണ തന്നെ വെട്ടി. എല്ലാവരും അത് ഗോള് കണ്ടായിരുന്നു. എന്തെങ്കിലും തോക്കുന്നമാർക്ക് പറയാൻ എന്തെങ്കിലുമൊക്കെ കാരണം കാണുമല്ലോ. പിന്നെ ഫൗൾ ചെയ്ത് തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചെന്ന് പറഞ്ഞു. ഫൗൾ ചെയ്ത് തിരിച്ചു ചെയ്യണം. നിന്റെ മാമന്റെ മോനൊന്നുമല്ലല്ലോ. കഴിഞ്ഞ ദിവസം എനിക്കിട്ടൊന്ന് ഫൗൾ ചെയ്യാൻ വന്നാ. രണ്ടാമത് വന്നപ്പോൾ മുട്ടുകൈ അങ്ങോട്ട് വെച്ചു കൊടുത്തു, പിന്നെ വന്നിട്ടില്ല. ആ വക എത്തിക്സ് ഇല്ലാത്ത പരിപാടി ഞാൻ ചെയ്യൂല. एथिक्स സഞ്ജു, നിങ്ങളുടെ പൈസ തന്നെ അവിടെ സെറ്റിൽ ചെയ്യട്ടെ. कल അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാം. ഇട്ട് കൊടുത്താൽ മതി. അവൻ ചോദിച്ചാൽ ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ നിനക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാന്ന് പറഞ്ഞ് പോയ ആരെങ്കിലും നീ ചോദിക്കാണ്ട് പിന്നെ ഇട്ട് തന്നിട്ടുണ്ടോ? അതില്ല. ആ അതാണ്. അപ്പൊ ആവശ്യക്കാരന് ഔചിത്യം വേണം. അവന് ആവശ്യമുള്ളപ്പോ അവൻ ചോദിച്ചോളൂ. ये सबसे खराब बात है, अपने आप देना चाहिए एथिक्स। हाँ भाई, എടാ പിന്നെ ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞില്ലല്ലോ. ചോദിക്കുമ്പോ കൊടുക്കും. മനസ്സിലായി? ചിലവന്മാരുണ്ട് 1-2 തവണ ചോദിച്ചിട്ട് അതങ്ങോട്ട് വിടും. सामने वाला शर्म करता रहेगा कि കുറേ बात को भी താ नहीं താ താ എന്ന് പറഞ്ഞ് ചോദിച്ചോണ്ടിരിക്കും. പിന്നെ ശല്യം കാരണം ഞാൻ അങ്ങ് കൊടുത്തു വിടും. മണി നീ പുല്ല് ശ്രദ്ധിച്ചേർന്ന ജർമ്മന അതാ വീഴുമ്പോ ഒരു സുഖം. നമുക്ക് ടർഫ് ഉറങ്ങുമ്പോൾ ഇത് മതി. അറിയാം, ഇത് സെറ്റ് ചെയ്യാം. നമ്മൾ തുടങ്ങാൻ പോണ ടർഫിൽ വീഴാൻ ഇത്ര സുഖമൊന്നും വേണ്ട. മനസ്സിലായി? സെക്കൻഡ് ക്വാളിറ്റി മതി, ഫണ്ടില്ല. അളിയ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്ത് ഒരു പരിപാടി നടക്കൂല. ഭാവിയിൽ അത് ദോഷം ചെയ്യും. ये लोग ആദ്യം അവൻ തുടങ്ങട്ടെ, എന്നിട്ടല്ലേ പുല്ല്. ഈ പുല്ല് വില എന്ന് നാട്ടുകാർ വെറുതെ പറയാനട്ടാ. പുല്ലിനൊക്കെ എന്താ വില? ബാബാ എനിക്ക് വാ. അല്ലെങ്കിലും ടർഫ് പരിപാടി നടക്കാണ്ട് ഇവിടെ പോനാ. അതിനല്ലേ പട്ടിയെ പോലെ പണിയെടുക്കണം. പണിയൊക്കെ മിക്കവാറും പോകുന്ന എനിക്ക് തോന്നണം. പുറത്താനും പറയടേ. നീ നോക്കി നമ്മൾ കറക്റ്റ് സമയത്ത് പ്രോജക്റ്റ് വെക്കുകയും ചെയ്യും. നമ്മൾ അന്തസ്സായിട്ട് പോയി ഓഫീസിലോട്ട് അപ്രൂവലും മേടിക്കും. നടന്നാ മതി. നീ എൻ്റെ ബാഗ് ഉണ്ടോ? ദേ ഇരിക്കണം. ഏത് ഈ അൺനോൺ നമ്പർ? ഹലോ, ഞാൻ നാട്ടിലില്ലടാ, ഞാൻ കൊച്ചിയിലാ. ओले ഞാനേ പറഞ്ഞ കേക്കുന്നില്ല പറയാൻ. എന്തുവാടേ? നാട്ടിൽ നിന്നൊരു വള്ളി വന്ന് ചാടിയുണ്ട്.
ഫ്ലാറ്റിൽ കയറി ഒട്ടാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു, കാണണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫ്ലാറ്റിലോട്ട് വരാൻ പറയണ്ട. നീ ഒരു കാര്യം ചെയ്യ്, ജെയ്സൺ ചേട്ടൻ്റെ കടയിൽ വരാൻ പറ. നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് തന്നെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാമല്ലോ. ഹലോ എടാ, ഇവിടെ റേഞ്ചിലടാ. നീ ഒരു കാര്യം ചെയ്യും, ഞാനൊരു ലൊക്കേഷൻ അയച്ചു തരാം, നീ അങ്ങോട്ട് വാ, നമുക്ക് അവിടെ നിന്ന് കാണാം. ഓക്കെ That means he's not a good friend. Ethics. നിൽക്കണ ഐറ്റം. ये लग नहीं रहा जो छोड़ के ऐसे ही जाएगा, इनके साथ ही रहेगा. എന്തൊക്കെയുണ്ട്? എടാ ഇതാണ് കണ്ടി. എടാ ഇത് ആന്റണി, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യണം, താമസം ഒരുമിച്ച്. ശ്യാം കണ്ടിത്തറ. ആന്റണി. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? നിനക്ക് എന്താ ഉണ്ട്? എനിക്കൊന്നും വേണ്ട. ഒന്നും വേണ്ട. ഓ ഇവിടെ പിന്നെ ചായ. ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചായിരുന്നു, അവൻ എടുത്തില്ല. എടാ അത് നമ്മൾ ടെർഫിൽ കളിച്ചോണ്ടിരിക്കുന്നു. അപ്പോൾ ഫോൺ ബാഗിലിട്ടിരിക്കുന്നു. ടർഫോ? ടർഫ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഗ്രൗണ്ട് ഇല്ലേ? ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? എടാ ആർട്ടിഫിഷ്യൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എടാ നമ്മുടെ നാട്ടിലെ പോലെ സിറ്റിയിൽ കളിക്കാൻ പറമ്പൊന്നുമില്ല. അപ്പോൾ ആൾക്കാർ ഇതുപോലെ പറമ്പ് മേടിച്ചിട്ട് അവിടെ ആർട്ടിഫിഷ്യലായിട്ട് പുല്ലൊക്കെ സെറ്റ് ചെയ്ത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. അത് കൊള്ളാലോ പരിപാടി. നല്ല പരിപാടിയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നാട്ടിലെ പറമ്പിൽ കളിക്കാൻ കാശ് കൊടുക്കണ്ട, ഇവിടെ കളിക്കാൻ കാശ് കൊടുക്കണം. എന്താടാ? അല്ല ഞാൻ അവൻ്റെ അടുത്ത് ടെർഫിന്റെ കാര്യം പറയായിരുന്നേ. ഞങ്ങൾ പതുക്കെ ഒരു ടർഫൊക്കെ തുടങ്ങാനുള്ള പരിപാടി നിൽക്കുക. അല്ല നിങ്ങൾക്ക് ഐറ്റിയല്ലേ ജോലി? നല്ല ശമ്പളം കാണുമല്ലോ, പിന്നെ എന്തിനാണ് ഈ പരിപാടി നിൽക്കണേ? ഇവിടെ മുക്കിന് IT കമ്പനി ഉണ്ട്, പിള്ളേർ കളിക്കാനാണ് സ്ഥലമില്ലാത്തത്. അത് മാത്രമല്ല ഈ ടർഫിലൊക്കെ എത്ര രൂപ മണിക്കൂറിന് ചാർജ് ചെയ്യുന്നുണ്ട്? 2000 രൂപ ചാർജ് ചെയ്യും. ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്? 24. അതിനകത്ത് 12 മണിക്കൂർ കളിച്ചാലും മാസം ലക്ഷങ്ങൾ പെട്ടിയിൽ വീഴും. यहाँ इतना चार्ज है, यहाँ 1000 to 1500 per month per hour. ഓ സമ്മതിക്കണം കേട്ടോ, കളിച്ച് ക്ഷീണിച്ചോണ്ട് ഈ തിളച്ച ചായയൊക്കെ വലിച്ചു തരണം. എന്താ ചായക്കൊരു കുഴപ്പം? നല്ല ക്ഷീണിച്ച് വരുമ്പോണ്ടല്ലോ നല്ല കടുപ്പത്തിലും മധുരം കൂട്ടി വീശി അടിച്ച ചായ ഇങ്ങനെ കൊണ്ടുവന്ന് നൂതി കുടിച്ചോണ്ടല്ല കണ്ട ആ ഉന്മേഷം ചായക്ക് മാത്രമേ കിട്ടും. എന്തുന്മേഷം എന്ന് പറഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ച് നോക്കി, നല്ല കളിച്ച് ക്ഷീണിച്ച് വരുമ്പോ നല്ല നാരങ്ങയൊക്കെ ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് അതിനകത്ത് നന്നാരിയൊക്കെ ഒഴിച്ച് ഒരു ചോട ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിനകത്ത് ഒഴിച്ചിട്ട് സാധനം എടുത്തിട്ട് കുടിക്കുമ്പോ അതിങ്ങനെ ഇറങ്ങി പോയി കിട്ടുന്ന സുഖം ഉണ്ടല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എന്തിനാ വന്ന കാര്യം പറ. അതെനിക്ക് ഇവിടെ കൊച്ചിയിലൊരു മെഡിക്കൽ എക്യുപ്മെന്റ് കമ്പനിയിൽ സെയിൽസ് മാനേജറായിട്ട് ജോലി കിട്ടി. ആഹാ അടിപൊളി. അതിന് ഞങ്ങൾ എന്ത് വേണം? അല്ല ഞാൻ ഇവിടം വരെ വന്നിട്ട് നിന്റെ കൂടെ താമസിച്ചില്ലെങ്കിൽ നാട്ടുകാരൊക്കെ എന്ത് പറയും? നാട്ടുകാരൊന്നും ഒന്നും പറയാൻ പോലടാ, നീ ജീവിച്ചിരിക്കണ്ടോന്ന് പോലും ഒരു മൈൻഡ് ചെയ്യണം, മനസ്സിലായി? അതുകൊണ്ട് നീ കാര്യം പറ. അല്ലടാ എനിക്ക് നാളെ രാവിലെ ജോയിൻ ചെയ്യണം. അപ്പോൾ എനിക്ക് ഇന്ന് രാത്രി തങ്ങാൻ ഇവിടെ ആരും പരിചയമില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ നിങ്ങളോട് താമസിച്ചോട്ടെ. बोलना ही पड़ेगा. താമസിച്ചോട്ടെ. They have to say yes. പിന്നെന്താ? कोई चांस ही नहीं है भाई, उससे कैसे प्यार से बोला, कैसे मना करोगे? എന്നാ പിന്നെ പൈസ കൊടുത്തിട്ട് പോവാ. ഞാൻ എൻ്റെ ബാഗ് സാധനങ്ങളൊക്കെ എടുത്തിട്ടാ കേട്ടോ. നമ്മുടെ എത്രയും എടാ നിന്റെ 510. ഒരു ചായക്ക് ഒരു ലൈവിന് 510. എടാ ഒരു ചായ ലൈവ് മാത്രമല്ല, ഒരു ചില്ലി ചിക്കൻ, 6 പൊറോട്ട, ഒരു മീൻ പൊള്ളിച്ചത്, ഒരു ബൂസ്റ്റ് കുലുക്കി, പിന്നെ 6 ये കപ്പൽ तो बहुत भारी दोस्त है. നിന്റെ ഫ്രണ്ട്. कहाँ गए इतना सारा? ഒരു മിനിറ്റ്. അതെ നിന്റെ ലിക്വിഡ് മണി ഉണ്ട് കൊടുക്കാൻ, ഞാൻ അക്കൗണ്ടിലേക്ക് नहीं ട്രാൻസ്ഫർ कभी नहीं आएगा. എങ്ങനെ? അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ. ഓഹോ വേണ്ട, അതൊക്കെ സാറിൻ്റെ ബുദ്ധിമുട്ടാവും. പിന്നെ എനിക്ക് കുറച്ച് ഉളുപ്പുണ്ട്, നാണം കെട്ട് പുറമെ നടന്ന് ചോദിക്കാൻ വയ്യ. സാറിന് കൊടുത്താൽ മതി. എന്നാ ചേട്ടാ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താ കേട്ടാ. ഇന്ന് തന്നെ ചെയ്യുമല്ലോ അല്ലേ? പിന്നില്ലാണ്ട് ഇല്ലെങ്കിൽ ഇതൊക്കെ എന്റെ കണക്കിലാണ്. ചെയ്തിരിക്കും. ഇവൻ്റെ എല്ലാ കൂട്ടുകാരും ഇവൻ ചെയ്യും. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എടാ അവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്, അത് പോയി പിടിച്ചു. അല്ല എന്താ ഉദ്ദേശം? ഇവിടെ തന്നെ എനിക്കറിയാമല്ലോ, നീ എന്തിനാ അവനോട് നിന്നോളം പറഞ്ഞു? പിന്നെ പെട്ടെന്ന് മുഖത്തൊക്കെ ചോദിച്ചാൽ ഞാനെന്താ പറയുന്നത്? ഒരു കാര്യം ചെയ്യും, നാളെ തന്നെ മര്യാദയ്ക്ക് രാവിലെ പറഞ്ഞു വിട്ടാൽ മതി. ഹെൽമെറ്റ് കൊണ്ടൊക്കെ ഊരി വെച്ചിട്ട് പോകും. എപ്പോഴും മറന്നു. कितना वो एकदम जेनेरिक दिखाया है, जैसे लोगों का बात होती है ना. എപ്പോഴും പറയുന്നു. മറന്നുപോയി. कि कोई आता है तो एक्टिंग घर पे कैसा होता है यार, इसको निकालो यार, निकालो यार. ഡോറടഞ്ഞതാ. മറ്റേ ആളെ ആരാ? ഓ അപ്പുറത്ത് താമസിക്കുന്ന ഒരാളടെ. നമ്മളയാളെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ ആളൊരു ഡാർക്ക് മനുഷ്യനാണെന്നല്ലേ. Problematic. Oh. ഡാർക്ക് മനുഷ്യൻ എന്ന് പറയുമ്പോൾ എടീ അസോസിയേഷൻകാർ പറഞ്ഞ പുള്ളി ത്രാപ്പ് നോർമലാന്ന്. പക്ഷെ നമുക്കിതൊരു ശല്യമൊന്നും ഉണ്ടായിട്ടില്ലല്ലോടാ. നമ്മൾ പിന്നെ ശ്രദ്ധിക്കാനൊന്നും പോറില്ല. അതെന്താ? അല്ലെങ്കിൽ തന്നെ ഓരോ വള്ളികൾ കാലിയൊന്നും ചുറ്റണ്ടല്ലോ, പിന്നെ എന്തിനാണ് ആ വള്ളിയും കൂടെ കയറി പിടിക്കണമെന്ന് വിചാരിച്ചിട്ടാ. इसको डरा रहे सही में. लग रहा है मुझे. ഇതെന്താ? ആ അയാളെ കൊണ്ട് ആകെ ആ ഒരു ശല്യമുള്ളൂ, പിന്നെ സംഗീതം അതുകൊണ്ട് നമ്മളൊന്നും പറയാറില്ല.
എടാ വേർത്തിട്ടോണ സോഫ കയറി ഇരിക്കടാ. എന്നത്തെ പോലെ ഇത് ലാസ്റ്റ് പയ്യ. ആഹാ ഉഗ്ര ഫ്ലാറ്റ്, എനിക്കിഷ്ടായി. എടാ നീ ഒരു കാര്യം ചെയ്യ്, ആ നേരെ കാണുന്ന മുറിയില്ലേ അവിടെ പോയിരുന്നോ? ശരി. ആ ശരി. സോറി ബ്രോ. അതെ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. മര്യാദയ്ക്ക് നാളെ നേരം എടുക്കും പറഞ്ഞു വിട്ടണം, മനസ്സിലായി? ഓരോരുത്തർ इतना जल्दी तो कोई नहीं जाता. ऑब्वियसली नहीं. ആ എടാ ഈ മുറി മുഴുവൻ തുണിയാണല്ലോ. ഇത് ഞങ്ങളുടെ ലോണ്ടറി റൂമാ. ഏ എടാ ഞങ്ങളുടെ തുണിയൊക്കെ അലക്കി ഉണക്കി തേക്കുന്ന സ്ഥലം. ആ തേപ്പ് മുറി. എന്തായാലും നല്ല സൗകര്യമുള്ള ഫ്ലാറ്റ് ആട്ടാ. എന്ത് സൗകര്യം? നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഇവിടെ മൊത്തം പ്രശ്നങ്ങളാണ്. താഴെയാണ് സെപ്റ്റി ടാങ്ക് പൊട്ടി. എന്റെ അമ്മ അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. ഇവിടെ നരകമാണ്. നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്കും. എടാ ഞാൻ അന്വേഷിച്ചപ്പോൾ ബാച്ചേഴ്സ് കുട്ടി ഫ്ലാറ്റ് കൊടുക്കൂടാ, അല്ലെങ്കിൽ ആടെയും കൂടെ 2 ഷെയർ ചെയ്യണം. എനിക്കിവിടെ ആരെ പരിചയം. എന്നാ പിന്നെ ഒറ്റയ്ക്കൊരു ഫ്ലാറ്റ് എടുത്ത് താമസിച്ചാ പോരെ? എടാ ഒറ്റയ്ക്കൊന്നും പറ്റില്ല, 20-25 ചോദിക്കണേ. ഞാൻ ഒരു 10,000 രൂപയാണ് കൊടുത്താനെ. 10,000 मुश्किल होगा. 10,000 വരെ നീ ഓക്കെയാണോ? ആ 10,000 കൊടുക്കാം. अच्छा ये इनको होगा, हम लोग ले लेते എന്നാ പിന്നെ എന്തിനാ നീ പുറത്ത് ഫ്ലാറ്റ് അന്വേഷിച്ച് അലഞ്ഞടക്കണം? ഇവിടെ താമസിച്ചോ? ഇവിടെ ആണെങ്കിൽ 30,000 രൂപ റെന്റ്. നിനക്ക് ഇതിന്റെ ഷെയർ താങ്ങാൻ പറ്റൂല. ഇപ്പൊ 10,000 രൂപ വെച്ചിട്ടാണെങ്കിൽ 3 പേര് കൂടി ഇട്ട 30 രൂപയല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞേ. ഇവിടെ സെപ്റ്റി ടാങ്ക് അതൊക്കെ നാളെ രാവിലെ കോരും. അല്ല നാളെ രാവിലെ കോരിക്കും. അസോസിയേഷനൊക്കെ ഭയങ്കര സ്ട്രോങ് അല്ലേ? മാത്രമല്ല ഇത്ര റെന്റ് കൊടുക്കണല്ലോടാ. അല്ല അപ്പോഴും പ്രശ്നമുണ്ട്. അതിപ്പോ നമ്മളിവിടെ ഇല്ലാത്ത സമയത്ത് നീ ഇവിടെ വരുന്നില്ലല്ലോ. നമ്മൾ 3 പേരും ഇവിടെ ഒരുമിച്ചല്ലേ ഉള്ളത്. അപ്പൊ അത് പേടിക്കണ്ട. മാത്രമല്ല നീ ഇവിടെ വന്നിട്ട് നമ്മുടെ ഇവിടെ താമസിച്ചില്ലെന്ന് പറഞ്ഞാൽ നാട്ടുകാരും തോന്നും. ആ നമ്മുടെ നാട്ടുകാരെ പറയും. എടാ ഞാൻ നീ തോർത്തെടുത്തോട്ടെ. തോർത്തൊന്നും കൊണ്ടുവന്നില്ല. അപ്പൊ ഈ ബാഗിനകത്തൊക്കെ എന്ത്? എടാ ഇതിനകത്ത് കുറച്ച് അച്ചപ്പം, മുറുക്ക്, പിന്നെ അവലോസുണ്ട. ഈ അവലോസുണ്ട് അച്ചാറും അച്ചപ്പൊക്കെ ഉള്ളോ? വേറെ തുണി പണിയൊന്നും കൊണ്ടുവന്നില്ലേ? തോർത്തൊക്കെ ഇവിടുന്ന് മേടിക്കാം. ഇത് അമ്മ ഉണ്ടാക്കിയതാ, അതിവിടെ കിട്ടില്ലല്ലോ. എടാ ഷാമ്പു सही बात है, कपड़े तो बाय कर सकते हैं. കണ്ടീഷണർ मम्मी का खाना कहाँ मिलता है? കുഴപ്പമില്ല. ടൗണിലുള്ളല്ലേ, നിന്റെയൊക്കെ മുടി കാണുമ്പോൾ എനിക്ക് പേടിയാവും. കുഴപ്പമാവോ? ये फंसाएगा. 10,000 के लिए इसने अपने को फंसा दिया. देगा तो सही ना. मेरे को लगता है ये प्रेस होगा ये बात सुन. കളി കാണാൻ പോകാൻ പറ്റിയില്ലല്ലോ. നമുക്ക് ഇതുപോലെ ഒരു സ്റ്റേഡിയം ഒക്കെ മേടിക്കണ്ടേ? वाह, अभी टर्फ से स्टेडियम. നീ ആദ്യം ഈ ചായ പിടിച്ചേ. നിനക്ക് ഇഷ്ടമുള്ള പോലെ നല്ല കടുപ്പത്തിൽ മധുരം കൂട്ടിയെടുത്ത. मस्त लगा रहा है. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. വേണ്ട. എടാ ആൻ്റപ്പ ഞാൻ പറഞ്ഞേക്ക്. എടാ എടാ അവനെ ഇവിടെ നിർത്തുന്ന കാര്യമാണെങ്കിൽ പറയണ്ട, നടക്കട്ടെ. എടാ ആദ്യം നീ പറഞ്ഞ ഞാനൊന്ന് കേക്ക്. ആ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയുന്നത് ഞാൻ കേട്ടാ മതി. അല്ല ഞാൻ പറഞ്ഞ നീ ഒന്ന് കേക്ക്. നമുക്കൊരു 1,20,000 രൂപ കിട്ടുന്ന സ്കീമാണെങ്കിലോ? अब 12 महीने के जोड़ के बोल दिए. എടാ അതായത് നമ്മൾ മാസം 10,000 രൂപ സേവ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ വർഷം 1,20,000 കണക്കൂട്ടില് ശരിയാണ്, പക്ഷെ മാസം 10,000 വെച്ച് സേവ് ചെയ്താലല്ലേ. അവിടെയാണ് ഞാൻ പറഞ്ഞതിന്റെ പ്രസക്തി. നമ്മൾ ഈ മാസം തൊട്ട് 10,000 രൂപ സേവ് ചെയ്യുന്നു. കാരണം ഈ ഫ്ലാറ്റിന്റെ റെന്റ് ഇനി തൊട്ട് വെറും 5,000 രൂപയാണ്. നീ മാത്രം പറഞ്ഞാൽ 15,000 രൂപ അമേരിക്കക്കാരന്റെ അക്കൗണ്ട് ഇട്ട് കൊടുത്തില്ലേ, ആള് പിടിച്ച് വെളിയിലാക്കും. അത് കൊടുത്തില്ലെങ്കിലല്ലേ കൃത്യം 15,000 രൂപ നമ്മൾ 1-ാം തീയതി ഇട്ട് കൊടുക്കും. 5,000 രൂപ നമ്മൾ ഇട്ടാൽ മതി. 10,000 രൂപ അവൻ ഇട്ടോളും. പക്ഷെ അവനോട് നിർത്താം. ओह, फिर तो बहुत बड़ी डील कर ली भाई. നടക്കൂല. ഇത് എനിക്ക് അവനോട് പ്രേമം ഉണ്ടായിട്ടൊന്നുമില്ല. ഞാൻ അവനോട് പിടിച്ച് നിർത്തണം. ഈ സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോഴേക്കും അവൻ്റെ കണ്ണ് മഞ്ഞളിച്ച്. പിന്നെ ഇവിടെ 30,000 രൂപയാണ് വാടകയെന്ന് ഞാൻ അങ്ങോട്ട് തള്ളി. അതിനുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ. അവനറിയില്ലോ നമ്മൾ സ്കീമിൽ ഒപ്പിച്ചാണെന്ന്. അതുകൊണ്ട് മാസം 10,000 രൂപ വന്നാൽ ഇവിടെ നിന്നോളാം ഞാൻ പറഞ്ഞു. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മാസം 10,000 രൂപ സേവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയമാണ്. നമുക്ക് ഓഫീസിൽ 2 കൊല്ലം ഓണാക്കാനുള്ള ബിസിനസ് പ്ലാൻ നമ്മൾ അടുത്ത കൊല്ലം ഓണാക്കും. പിന്നെ നമ്മൾ ആരാണ്? ബിസിനസ് മാൻ. അവനെ കണ്ട 10,000 രൂപ തരാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? हाँ, ये नाइस क्वेश्चन. അവൻ നല്ല കാശുള്ള വീട്ടിലെ പയ്യനാണ്. ആ അത് ഞാൻ കണ്ട് ഇക്കടെ കടയിൽ വെച്ച് കഴിച്ചിട്ട് മാറി നിൽക്കുന്നു. എടാ ഈ കൂടുതലും നക്കിത്തരം കാണിക്കുന്ന ഈ ഉള്ളവന്മാരാണ്. കണ്ടിത്ര ബസ്സൊക്കെ കണ്ടിട്ടില്ല. അതൊക്കെ എൻ്റെ ഫാമിലിയുടെ. ഇടയ്ക്ക് എല്ലാം പോട്ട്. നീ അവന് മോഹം ശ്രദ്ധിച്ച അവനൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. ഷെൽഫ് അവൻ കാശൊന്നും എടുക്കില്ല. അവൻ പാവമാണ്. പിന്നെ കള്ളത്തരം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കൊച്ചു കള്ളത്തരങ്ങളുള്ള സത്യസന്ധനായ ദൈവവിശ്വാസിയാണ്. കൊച്ചു കള്ളത്തരമുള്ള സത്യസന്ധനായ ദൈവവിശ്വാസം. എടാ കോമ്പിനേഷൻ ശരിയല്ല. നീ കൂടുതൽ ആലോചിച്ച് തല ഉണ്ടാക്കണ്ട. അവനെ കൊണ്ട് നിനക്ക് ഒരു ശല്യം ഉണ്ടാവില്ല. അതുപോലെ അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിലോ നീ തന്നെ ഏറ്റെടുക്കൂ. 10,000 बच रहे हैं ना यार. അവൻ വന്ന് കയറിയ നമ്മുടെ ഒരു ഐശ്വര്യമാണ്. കണ്ട സത്യം. ഹിന്ദു ചേച്ചി നീ തന്നെ സംസാരിച്ചു. വൈകുന്നേരം മുങ്ങിന് ചീത്ത വിളിക്കാനായിരിക്കും. എന്നെ ചോദിച്ചാൽ ഞാൻ ഉറങ്ങിന്ന് പറഞ്ഞേക്ക്. അല്ലെങ്കിൽ എന്തിനാ എടുക്കുന്ന? നമുക്ക് നാളെ നേരത്തെ ഓഫീസിൽ പോവാം. ഇല്ല കട്ടായി. ഒരു മെസ്സേജ്. മീറ്റിംഗ് വിത്ത് ബോസ് at 8:30 AM ഷാർപ്പ്. റീച്ച് ഓൺ ടൈം ഇഫ് യു വാണ്ട് യുവർ ജോബ്. ओले.
ऐसा आता है तो काम खराब हो जाता है. അല്ല ബെസ്റ്റ് ഐശ്വര്യം हाँ ഇപ്പോഴാണ് കറക്റ്റ് ആയത്. लाइट चली गई. इन्वर्टर नहीं है. കറണ്ട് വന്നിട്ട് എടുത്താ മതിയാ. मुझे एक बार तो समझ में नहीं आया हुआ क्या. 8:30 था ना. पैर उसके ऊपर. ओए क्या टाइम हो गया? 18 मिस्ड कॉल्स. ओह माय गॉड फंस गए. 8:30. 8:40. Where the hell are you guys? It was a good, मतलब like full set, मतलब एक पूरा मूवी वाला फील दे रहा था. ये लाइक प्रॉपर सीरीज होती है ना वैसा वाला फील था. लाइक इसमें मतलब स्टार्टिंग में मतलब इंट्रोडक्शन वीडियो तक थी इसमें तो. और मतलब फुल लग रहा था कि सबकी एक्टिंग मुझे बहुत जोरदार लग रहा है. इससे प्रॉपर ऐसे नॉर्मल आप जॉब कर रहे हो, जॉब जा रहे हो, लाइक वो प्रॉपर वैसा फील दे रहा था. लाइक जेन्युइन एक्टिंग लाइक वही. और ये वेब सीरीज से ज्यादा मैं वही बता रहा हूँ, ऐसा लगता है हमारे साथ हो रहा है, देख रहे हैं. क्योंकि वो हर एक चीज दिखा रहे हैं. और ये चीज हर एक घर में होती है कि जब और कोई ये मेहमान होता है, आता है फिर होता है आप लोग थोड़ा खींचने लग जाते हैं. जो आपको नहीं पसंद है ना तो आपको होता है. बहुत बहुत अच्छे से दिखाया गया हर एक चीज को. लाइक वो जैसे वो खाने वाला मुझे बहुत कॉमेडी लगा था. वो जैसे जैसे वो मतलब खाना नहीं सर, वो पहले चाय का वो जैसे एक्सप्रेशन दे रहा था, फिर वो ऐसे पूरी एक्टिंग कर वो बहुत कॉमेडी लगा था मुझे. और जिस तरीके से स्टार्टिंग हुई कि मतलब आप पूरा ऑफिस का जैसे वो भाग गए स्कूट करना, मतलब मुझे पता चला. मैंने पहले मुझे पता नहीं, मैं पूछने वाली थी क्या होता है, मुझे पता चल गया. लाइक हम लोग बंक मारना, बंक मारना वैसे कह लो. तो ये होता है. ये था कि और ऊपर से फिर जो एंड में वो दिखाया कि भाई कैसे उसके साथ ट्यूनिंग बैठ रही है. मेरे को लग रहा है वो इतना तो बेवकूफ नहीं है कि वो इनको ऐसे 10,000 दे देगा. हाँ, क्योंकि अभी वो उसकी नई सेल्स मैनेजर की जॉब लगी है और इतना तो नहीं होगा कि वो भी 10,000 रुपए रेंट अकेला निकाले. और ये मेरे ख्याल से एक बार के लिए पता है घर से आते हैं ना तो एक बार बोल के आते हैं हाँ भाई इतना 10,000 दे देंगे. पर जब वहां रहने लगते हैं तब बोलते हैं नहीं 10 भी बहुत ज्यादा है, थोड़ा कम करना पड़ेगा, थोड़ा कम करना पड़ेगा क्योंकि बाकी खर्चे भी दिखते हैं. तो मेरे को लग रहा होता है. और 15,000 इनका रेंट है, फिर तो ये लूट रहे हैं उसको. वही तो. और बाकी अकाउंट में ट्रांसफर कर देगा वो जो भी है. किसी को अभी तक नहीं 15,000 का रेंट लग नहीं रहा था मुझे. घर अच्छा था, घर एक्चुअली अच्छा था. तो 15,000 तो मुझे बहुत कम लगे. हाँ और वो भी एक मेट्रो सिटी के अंदर. वही मेट्रो और सब कुछ फर्निश था, अच्छा लग रहा था. हाँ ये तो यहाँ भी ना मिले, हमारे यहाँ भी मुश्किल हो मिलने वही तो. सही है, बढ़िया उन्होंने ढूंढ निकाला. मेरे ख्याल से मेरा ऐसा लग रहा था शायद ये थोड़ा आउटर सिटी में था. हाँ अलग हो भी सकता है. और इसका नेबर का भी कुछ चक्कर लग रहा है मेरे को. हाँ समथिंग वुड बी फिशिंग. मुझे लगता है आगे जाके वो कुछ आएगा. भाई मजा आएगा देखने में. तो आप लोग ऐसे लगा कमेंट जरूर बताएगा. तो इसे लाइक करते जाइए, कमेंट करते जाइए, शेयर करते जाइए. सब्सक्राइब कर दीजिए. बाय.